എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഫിഷ് മസാലയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. ഫിഷ് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മീനൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടി കൊടുക്കണം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ മീനിലേക്ക് ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഓരോ മീൻ പീസസും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. മീനിൻ്റെ 2 സൈഡും നല്ലപോലെ ഫ്രൈ ആയി റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 വലിയ സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, 2 തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പാൻ ഇവിടെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ല കളറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 3/4 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മസാലപ്പൊടികളുടെ പച്ച മണമൊക്കെ മാറുന്ന വരെ 2-3 മിനിറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
മസാലപ്പൊടികളൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് തിളച്ച് വരട്ടെ. ഗ്രേവി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നും അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫിഷ് മസാല നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മീനിൽ ഉപ്പ് വറുത്തപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു, പിന്നെ സവാളയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി തിരിച്ചിട്ട് മറ്റ് സൈഡും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നമ്മുടെ മീനിലൊക്കെ നന്നായിട്ട് പിടിച്ച് റെഡിയായി കിട്ടും. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി കേട്ടോ. ഈ ഒരു സമയത്ത് ഓഫാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടും തണുത്ത് കഴിയുമ്പോൾ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ, പൊറോട്ടയുടെ, പുട്ടിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് മസാലയാണ്. തീർച്ചയായിട്ടും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയ ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ആക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.